ഒന്നും മിണ്ടാതിരുന്നാൽ തീരാവുന്ന എത്ര പ്രശ്നങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് വീണ്ടും അത് വഷളായി നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചേക്കാവുന്ന രൂപത്തിൽ നമ്മുടെ നാവിനെയും നമ്മുടെ സംസാരത്തിനെയും നമ്മുടെ ദേഷ്യം കൊണ്ടും മറ്റു സമീപനങ്ങൾ കൊണ്ടും നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ വലിയ ഹരത്തോടുകൂടി നമ്മൾ വലിയ വായിൽ വർത്താനം പറയാറുണ്ട്. എന്നോടാരാ മൂപ്പര് സംസാരിക്കാൻ? ഒരാളൊരു വാക്ക് പറയുമ്പോൾ 4 അങ്ങോട്ട് തിരിച്ചു പറയണം, അല്ലാതെ നമുക്കൊരു തൊയ്രം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് കടന്ന ഉറക്കം വരില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചവരോട് തർക്കിക്കണം. അത് എന്നോടാരാ മൂപ്പര് പറയാൻ എന്ന ഒരു തരത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. സ്ഥലകാല ബോധമില്ലാതെ, സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ ആരോടാണ് തുള്ളുന്നത്, ഞാൻ ആരോടാണ് തർക്കിക്കുന്നത്, എന്റെ നേതാക്കൾക്കെതിരെയും എന്റെ അണികൾക്കെതിരെയും സ്വന്തം വാപ്പയാണ് മുമ്പിലുള്ളതെങ്കിൽ പോലും എന്റെ നിലപാടുകളോട് വിരുദ്ധ സമീപനമാണ് എന്റെ വാപ്പാക്കുള്ളതെങ്കിൽ പോലും ബന്ധങ്ങളൊന്നും നോക്കാതെ തലങ്ങും വിലങ്ങും വാക്കുകൾ കൊണ്ട് നമ്മൾ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബന്ധങ്ങൾക്ക് തിരശ്ശീല വീഴുകയാണ്. എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. നമ്മളെയൊക്കെ അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ആളുകൾക്ക് എളുപ്പമാക്കി കൊടുക്കാനാണ്. വലം തുബഅസു മുഅസ്സിരീൻ, ഒരിക്കലും ആളുകൾക്ക് ഞെരുക്കമുണ്ടാക്കുന്ന ഒരു വാക്കോ ഒരു വർത്തമാനമോ ഒന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.